ശ്രീകണ്ഠ് മഹാദേവ് കൈലാസ യാത്രയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും ദുഷ്കരമായ ഒരു ട്രക്കിംഗ് റൂട്ടാണ് ശ്രീകണ്ഠ് മഹാദേവ്. ശ്രാവണത്തിലെ സംക്രമത്തിനാണ്, അതായത് മിക്കവാറും ജൂലൈ 16 മുതൽ ജൂലൈ 26-24 വരെ ആണ്. ഈ 10 ദിവസമാണ് ശ്രീകണ്ഠ് മഹാദേവിലേക്കുള്ള ട്രക്കിംഗ് സാധ്യമാവുന്നത്. മിക്കവാറും തീർത്ഥാടകർക്ക് ട്രക്കിങ്ങിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു റേഞ്ചാണ്. ഹിമാലയത്തിൻ്റെ മറ്റെല്ലാ റേഞ്ചുകളിലും മൃഗങ്ങളെ ഉപയോഗപ്പെടുത്താറുണ്ട്. യാക്ക്, കോവർക്കഴുത, കുതിര. ഭാരം കയറ്റുന്നതിനും തീർത്ഥാടകർക്ക് സഞ്ചരിക്കുന്നതിനും ഈ മൃഗങ്ങളെയാണ് ഹിമാലയത്തിൽ ഉപയോഗപ്പെടുത്താറ്. പക്ഷേ ശ്രീകണ്ഠ് മഹാദേവ് റേഞ്ചിലെ മൃഗങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മൃഗങ്ങളെ ഈ പ്രദേശങ്ങളിലൊന്നും വളർത്തുന്നുമില്ല. മോട്ടറബിൾ റോഡ് അവസാനിക്കുന്ന ജോങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് സിംഗാഡ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ ഇടയിൽ 1-2 ഗ്രാമങ്ങളുണ്ട്, 2-3 ഗ്രാമങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ബേസ് ക്യാമ്പിലെത്തുമ്പോൾ അതുവരെയും മൃഗങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെയും ഗ്രാമീണർ അവരവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും തലച്ചുമടായി ചുവന്ന് കയറ്റിയിട്ടാണ് അടുത്ത മാർക്കറ്റിലെത്തിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നതിനും ഈ വഴി തന്നെയാണ്. അപ്പോൾ അത്രയും അത് കഴിഞ്ഞ് ഈ ബേസ് ക്യാമ്പിൽ നിന്നുള്ള ഈ ട്രക്കിംഗ് റൂട്ട് 7-8 ദിവസത്തെ ട്രക്കിങ് ഒരുപക്ഷെ എല്ലാ ഹിമാലയൻ റേഞ്ചിനെക്കാട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെരി വെരി ടഫ്. ബേസ് ക്യാമ്പിൽ നിന്ന് അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പെർമിറ്റ് വാങ്ങിയതിന് ശേഷമാണ് തീർത്ഥാടകർക്ക് ശ്രീകണ്ഠിലേക്കുള്ള യാത്ര സാധ്യമുള്ളൂ. അത് കിലോമീറ്റർ പോലും തിട്ടപ്പെടുത്താൻ നിവൃത്തിയില്ലാത്ത മാതിരിയാണ് ഈ റൂട്ട് കിടക്കുന്നത്. ഇടനീങ്ങിയ വനമേഖലയുണ്ട്, വെള്ള ഒഴുകുന്ന ചെറിയ പ്രവാഹങ്ങളുണ്ട്, കയറ്റങ്ങൾ മുഴുവനും കുത്തനെയാണ്. 1-ാം ദിവസത്തെ ട്രക്കിംഗ് കൊണ്ട് തന്നെ ഒരു ദിവസം ഒരുവിധം ഒരുവിധം തീർത്ഥാടകരൊക്കെ അവശരായി പോകും. പിന്നീട് അവിടെ നിന്നുള്ള ട്രക്കിങ്ങുകൾ 2 ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസത്തെ ട്രക്കിങ് ഏറ്റവും ടോപ്പിലേക്കുള്ള ആ പ്രയാണമാണ്. കരിങ്കൽ ശൈലങ്ങൾ മാത്രമുള്ള ഭാഗങ്ങളാണ് 4-ാം ദിവസം വരെ. അപാരമായ ഉയരത്തിലേക്ക് 1-1.5 അടി മാത്രം വീതിയുള്ള കരിങ്കൽ മലയുടെ ഓരത്ത് കൂടി അപാരമായ ഉയരത്തിലേക്കാണ് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൂക്ഷ്മക്കുറവുണ്ടായാൽ 5000-6000 അടി താഴേക്കാണ് പതിക്കുക. മഞ്ഞും ഇടയ്ക്ക് പെയ്യുന്ന മഴ, ഇങ്ങനെ പ്രകൃതിയുടെ എല്ലാ വിധത്തിലുള്ള പ്രതികൂലമായ ഘടകങ്ങളും ഈ യാത്രയിൽ തരണം ചെയ്യണം.
52 പർവ്വതങ്ങളെ മറികടന്നിട്ട് വേണം ശ്രീകണ്ഠ മഹാദേവന്റെ ലാസ്റ്റ് ബട്ട് വൺ ക്യാമ്പിൽ എത്താം. പക്ഷെ അപ്പോഴേക്കും പല തീർത്ഥാടക സംഘങ്ങളും പിന്മാറും. മരണം സംഭവിച്ച കേസുകൾ സാധാരണമാണ്, സംഭവിക്കുന്ന കേസുകൾ സാധാരണമാണ്. പക്ഷേ ട്രക്കിങ്ങിൽ അത്രയധികം നമ്മൾ ജാഗ്രത പുലർത്തിയിട്ടും നിയന്ത്രണങ്ങൾ പാലിച്ചിട്ടും എല്ലാം ശ്രീകണ്ഠ മഹാദേവ് ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള യാത്രികർക്കാണ് അവസാനം ആ ഡെസ്റ്റിനേഷനിലെത്താൻ സാധിക്കുള്ളൂ. ശ്രീകണ്ഠ മഹാദേവ് കൈലാസത്തിൻ്റെ ലാസ്റ്റ് ക്യാമ്പ്, അവിടെ ആ നിരപ്പിൽ ഒരു തടാകമുണ്ട്, പാർവതി താഴ്. ഇവിടെ കുളിച്ച് വെലിയിട്ട് വേണം ലാസ്റ്റ് ലാപ്പ് കയറാൻ. ഈ പാർവതി തടാകത്തിൽ വെള്ളം ഉള്ള ഭാഗം കുറച്ചുള്ളൂ. കാരണം ഒക്കെ മഞ്ഞ് കട്ട പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കുളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം മരവിച്ചു പോകുന്ന -10-12 താപനില വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് ലാൻഡ് സ്ലൈഡ്, സ്റ്റോൺ ഫോളിങ്, കല്ലുവീഴ്ച ഒക്കെ വ്യാപകമായി നടക്കുന്ന ഭാഗങ്ങളാണിത്. അവിടെ നിന്ന് ഈ പാർവതി താളിൽ നിന്നുള്ള ട്രക്കിങ്, മുകളിലോട്ടുള്ള ട്രക്കിങ്, അത് രണ്ടാമതൊരിക്കൽ കൂടി ആലോചിക്കാൻ പോലും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കുത്തനെ കിടക്കുന്ന റേഞ്ചാണ്, നിറയെ കല്ലുകളാണ്, ഇടയിൽ ഗ്ലേഷ്യേഴ്സ് പുറത്തേക്ക് വന്ന് തള്ളി നിൽക്കുന്ന ഭാഗമാണ്. വീശടിക്കുന്ന ഹിമക്കാറ്റാണ്. മഴ ഇടയ്ക്ക് ഉണ്ടാവും. ശ്രാവണത്തിൽ മഴ പതിവുണ്ട്. ഇങ്ങനെ പ്രകൃതിയുടെ എല്ലാവിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളും സഹിച്ചിട്ട് വേണം നിരപ്പിലെത്താൻ, ഏറ്റവും മുകളിലെ നിരപ്പിൽ എത്തിച്ചേരാൻ. നിരപ്പിലെത്തിയാൽ പിന്നെ കാണുന്നത് അനന്തമായ മഞ്ഞുഭൂമിയാണ്. നോക്കത്താത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ഈ ഭൂമി, അതിൽ കൂടെ നടന്ന്, അതിലും കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്. ഏറ്റവും പ്രശ്നം ഈ ഗ്ലേഷ്യറുകൾ കിടക്കുമ്പോഴുള്ള ചതിക്കുഴികളാണ്. ഇതൊക്കെ സഹിച്ച് നമ്മൾ ശ്രീകണ്ഠ മഹാദേവ് കൈലാസത്തിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ മനസ്സിനെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റേഞ്ചാണ് ഇത്. 90 അടിയോളം ഉയരത്തിൽ നിൽക്കുന്നതാണ് ഈ ഒറ്റ ശിവലിംഗം. ഇതിൻ്റെ ചരിത്രം പറയുന്നത്, പാലാഴി മഥനക്കാലത്ത് ഈ കാളകൂട വിഷം വിഴുങ്ങി പരമശിവൻ ഭൂമിയെ രക്ഷിച്ച് അതിനുശേഷം ഭൂമിയിലെ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലത്ത് വന്ന് ഇരുന്നത് ഇവിടെയാണ്. അപ്പോൾ മഹാവിഷ്ണു, ബ്രഹ്മാവ്, സപ്തർഷികൾ, ദേവർഷികൾ, മറ്റ് ഋഷികളെല്ലാവരും എത്തിച്ചേർന്ന് മഹാദേവനെ വണങ്ങി. അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് 5 അടിയോളം മാത്രം ഉയരമുള്ള ഈ ശിവലിംഗമായിരുന്നു, ഈ ഒറ്റക്കല്ല് മാത്രം. പിന്നീട്
യുഗങ്ങൾ കഴിഞ്ഞ് പാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്നു. മഹാഭാരത യുദ്ധം ജയിച്ചാൽ ഇവിടെ ക്ഷേത്രം പണിയാമെന്ന് അവർ ഒരു തീരുമാനമെടുത്തു. ഹിമാലയത്തിൽ കേദാർനാഥിലും പാണ്ഡവന്മാരാണ് ക്ഷേത്രം പണിതത്. പിന്നീട് ശങ്കരാചാര്യർ അത് റിനോവേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. മഹാഭാരത യുദ്ധം ജയിച്ചു കഴിഞ്ഞ് പാണ്ഡവന്മാർ വീണ്ടും ശ്രീകണ്ഠ മഹാദേവയിൽ വന്നു. പക്ഷെ അവർ വന്നപ്പോൾ അന്ന് കണ്ട 5 അടി ഉയരമുള്ള ആ ഒറ്റക്കല്ല് 90 അടിയോളം ഉയരമുള്ള ഒരു കല്ലായി മാറിയതാണ് അവർ കണ്ടത്. കൂടെ ഉണ്ടായിരുന്ന ജ്യോതിഷ പണ്ഡിതന്മാര് നോക്കിയപ്പോൾ ഇവിടെ എന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തണ്ട എന്നാണ് തീരുമാനം. എന്തായാലും ഈ വിസ്മയം ഇന്നും ശ്രീകണ്ഠ മഹാദേവ് കൈലാസം എന്ന പേരിലൂടെ ഹിമാലയത്തിലുണ്ട്. ഒരു 40 മിനിറ്റോളം മാത്രമേ ഞങ്ങൾക്ക് ഈ ശ്രാവണത്തിലെ സംക്രമത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ മുകളിൽ നിൽക്കാൻ പറ്റിയുള്ളൂ. കാരണം പ്രാണവായുവിൻ്റെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. തണുപ്പാണെങ്കിൽ -15, -18 കഴിഞ്ഞ് തുടങ്ങി. ഈ ശിവലിംഗത്തിലെ ഏറ്റവും വലിയ വിസ്മയം സാധാരണ ക്ലൗഡി ആയിട്ട് കാണുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഭാഗത്ത് ഹിമാലയത്തിൽ കാണുന്നത്. പക്ഷേ സൂര്യപ്രകാശം പുറത്തു വരുമ്പോൾ ഈ 90 അടിയുള്ള ഈ ഒറ്റക്കല്ല് ശിവലിംഗത്തിന് നവരത്നങ്ങളിലെ പല കല്ലുകളും പതിച്ച ഭാഗങ്ങളാണ്. അത് കല്ല് പതിച്ചതല്ല, ആരും കൊണ്ട് പതിച്ചു വെച്ചതല്ല, നാച്ചുറലി ഫോംഡാണ്. സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ ഈ കല്ലുകൾ റിഫ്ലക്റ്റ് ചെയ്യും അതിൻ്റെ ശരിയായ ശോഭയിൽ. ഓരോ ഭാഗത്തും ഈ വ്യത്യാസമുണ്ട്. പക്ഷെ ഫ്രണ്ടിലെ നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്ന ആ ഫ്രണ്ട് വ്യൂവില് ഇത്തരം സ്റ്റോണുകളില്ല, ഓരോ ഭാഗങ്ങളിലാണ്. താഴെ ബേസ് ക്യാമ്പിലെ ഒരു ദിവ്യയോഗി എന്നോട് ദർശനം കഴിഞ്ഞ് ആ ഹിമഭൂമിയിൽ ഒന്ന് പരതി നോക്കിയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് എന്നോട് പറഞ്ഞൊരു ഓർമ്മ വെച്ച് മടക്കയാത്രയിലാണ് ഇത്തരത്തിലുള്ള 3 കല്ലുകൾ എനിക്ക് കിട്ടിയത്. അത് മഞ്ഞിലെന്തോ തിളങ്ങുന്നത് കണ്ടിട്ട് ഞാനത് വടികൊണ്ട് കുത്തിയെടുത്തതാണ്. സഫയർ ക്രിസ്റ്റല് ഇനത്തിൽപ്പെട്ട അത്രയ്ക്കധികം ഊർജം ജനറേറ്റ് ചെയ്യുന്ന കല്ലുകളാണിതെന്ന് പിന്നീട് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ബോധ്യമായി. ഈ കല്ലുകളുടെ ചിത്രം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശ്രീകണ്ഠ മഹാദേവ് കൈലാസത്തിലെ മടക്കയാത്രയും അതുപോലെ തന്നെ കയറ്റം പോലെ തന്നെ ദുരിതമാണ്. എന്തായാലും ഇത്രയും വലിയൊരു സാഹസിക യാത്ര വളരെ ഭംഗിയായിട്ട് തൃപ്തിക്കനുസരിച്ച് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ